പുറപ്പാട് അഥവാ യാത്ര പൂർവാധികം ഉത്സാഹത്തോടെയായി. അധികം കയറ്റമില്ലാത്ത ഗിൽബോയ് മലയാണ് മുന്നിൽ. പൂർവികർ പറഞ്ഞ കഥകൾ അവർ ഓർത്തു. സാവോളിനെയും ജോനാഥിനെയും വധിച്ച സ്ഥലം. തന്റെ ആത്മസുഹൃത്തിന്റെ മരണത്തിൽ മനം നൊന്ത ദാവീദ് ഈ സ്ഥലത്തെ ശപിച്ചതാണ്. ശാപഗ്രസ്തമായ ആ സ്ഥലം തരിശായി കിടക്കുന്നതാണ് നമ്മുടെ യാത്രാസംഘം കണ്ടതും. ഇതൊരവസരമാക്കി ചിലർ റോമാക്കാരെ ശപിക്കുവാൻ തുടങ്ങി. അവരാണല്ലോ അവരുടെ ദേശം കീഴടക്കിയത്, ഇപ്പോൾ ചുങ്കം പിരിക്കുന്നതും. എന്നാൽ അവരിൽ 2 പേര്, ജോസഫും മേരിയും, ഇത്തരം സംഭാഷണങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. സംഭാഷണങ്ങളിൽ കുറ്റം പറയുന്ന ആളാണ് ഞാൻ. ആരുടെയെങ്കിലും കുറ്റം ഞാൻ പറഞ്ഞാൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകി ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ എന്നിലുള്ള തിന്മയ്ക്കുപരി നന്മയ്ക്ക് ഉപകരണമാക്കണമേ. കർത്താവേ, പ്രാവിന്റെ നിഷ്കളങ്കതയും കുഞ്ഞാടിന്റെ ശാന്തതയും ലിലിപ്പൂക്കളുടെ മനോഹാരിതയും വിളക്കിന്റെ ശോഭയും എനിക്ക് തരണമേ. മേരിയുടെ ജീവിതയാത്രയുടെ ആരംഭം അമലോത്ഭവത്തിലാണ്. ഇന്ന് മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ നാം അനുസ്മരിക്കുമ്പോൾ നമ്മുടെ തുടർന്നുള്ള യാത്ര അമ്മയുടെ സംരക്ഷണത്തിൽ നമുക്ക് ഏൽപ്പിക്കാം. ഉണ്ണിയേശുവിനോട് ചേർന്ന് മാതാവിന്റെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം.